ഇവിടെ വന്നിരുന്ന ഒരു വേറെ മൂഡിലായി ഞങ്ങൾ എല്ലാവരും. ശരിക്കും ഒരു മിനി തൃശ്ശൂർ പൂരം കാണുന്ന പോലെ ഉണ്ടായിരുന്നു. Hello everybody, welcome to our YouTube channel. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇസ് അബൌട്ട് our Onam celebrations in Australia. അപ്പോൾ ലെറ്റ്സ് ടേക്ക് യു ടു ദ ഫസ്റ്റ് ഓണം സെലിബ്രേഷൻസ് ഫോർ ദിസ് ഇയർ. ഇതൊരു മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയയിലെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. ഇവിടെ ഓഗസ്റ്റിലെ ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. ബിക്കോസ് ആൾക്കാർ ഓണം ആകുമ്പോഴേക്ക് നാട്ടിൽ പോവും, പിന്നെ ആ സമയത്ത് ഫാമിലി ആയിട്ട് ഓണം ആഘോഷിക്കും. അതുകൊണ്ട് ഇവിടെ നേരത്തെ ചെയ്യും. ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സാണ് ഇവിടുത്തെ. ഞങ്ങളെല്ലാവരും കൂടെ ഡിസൈഡ് ചെയ്തിട്ട് ഈ അസോസിയേഷൻ്റെ ഓണം സെലിബ്രേഷന് പോവാമെന്ന് വിചാരിച്ചു. ഈ ഓണം പരിപാടിക്ക് ചീഫ് ഗസ്റ്റ് GPയും ഭാവനയായിരുന്നു കേട്ടോ. ഫ്രണ്ടിൽ തന്നെ GPൻ്റെ അപ്കമിങ് മൂവീൻ്റെ പോസ്റ്റർ ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എവറിത്തിങ് ഈസ് വെരി വെൽ ഓർഗനൈസ്ഡ്. ഇപ്പോൾ ഈ സെലിബ്രേഷനിൽ പോയിട്ട് എൻട്രൻസിൽ തന്നെ അവർ നമ്മളെ ടിക്കറ്റ് സ്കാൻ ചെയ്തു. എന്നിട്ട് നമുക്ക് ഒരു കളർ ബാൻഡ് തന്നു. ആ കളർ ബാൻഡ് വെച്ചിട്ട് സദ്യ കഴിക്കാൻ പോകും. അല്ലാണ്ട് നാട്ടിലെ പോലെ തിക്കും തിരക്കും ഇടിയും പിടിയും അങ്ങനെയൊന്നുമില്ല. ദാറ്റ്സ് എ ഗുഡ് വേ ഓഫ് മാനേജിങ് ദ ക്രൗഡ് ദാറ്റ് കംസ് ഫോർ എ സ്പെസിഫിക് ഒക്കേഷൻ ഓർ ഫങ്ഷൻ അല്ലേ. ഞങ്ങൾ എൻ്റർ ചെയ്ത ഉടനെ തന്നെ അവിടെ മലയാളി മങ്ക എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആവും എന്ന് കരുതി. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. ലൈഫിൽ ഡിഫറെൻറ്റ് കാര്യങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ ലൈഫിന് ഒരു രസം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇവിടെ ഞങ്ങൾ സെയിം കളർ കോമ്പിനേഷനാണ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കോയിൻസിഡൻ്റലി പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് സംസാരിക്കുമായിരുന്നു. ആസ് പാർട്ട് ഓഫ് ദ സെലിബ്രേഷൻ അവിടെ സ്റ്റോൾ വെച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ക്ലോത്തിങ് അങ്ങനെ സ്മോൾ ബിസിനസ് ആണെന്ന് തോന്നുന്നു. അവർ വന്നിട്ട് അവിടെ സ്റ്റോൾ വെച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് ഐ റിയലൈസ്ഡ് ഈസ് ഒരു സെലിബ്രിറ്റീനെ കണ്ടാൽ നമ്മൾ മലയാളീസ് അല്ല, പൊതുവെ ആൾക്കാർ വി ജസ്റ്റ് റൺ ബിഹൈൻഡ് ദം. നമ്മൾ എന്തെങ്കിലും ക്ലിപ്സ് കിട്ടുമോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ കിട്ടുമോ, നോ മാറ്റർ ഹൗ സ്മോൾ ഓർ ബിഗ് ദാറ്റ് സെലിബ്രിറ്റീസ് അല്ലേ. അപ്പോൾ GPൻ്റെ വീഡിയോസും ക്ലിപ്സും ഒക്കെ എടുത്ത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇവിടെ മലയാളി മങ്ക കോമ്പറ്റീഷൻ്റെ വിന്നർ അനൗൺസ്മെൻ്റ് ആയിരുന്നു. ബാക്കി പരിപാടി സദ്യ കഴിഞ്ഞിട്ട് കാണാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാൻ പോയി. നല്ല സദ്യ ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എവറിത്തിങ് ഈസ് വെൽ ഓർഗനൈസ്ഡ്. നമ്മൾ ചെന്ന് ഇരുന്നാൽ മതി, എല്ലാം വിളമ്പി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആസ് യു ക്യാൻ സീ, ഇരിക്കുക കഴിക്കുക, അത്രേ ഉള്ളൂ. ബെസ്റ്റ് പാർട്ട് അബൌട്ട് സദ്യ പരിപ്പ്, അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ്. അപ്പോൾ നമുക്ക് മഹാബലിനെ കണ്ടാലോ. ഇത് ഞാൻ ജിജിനെ വിളിച്ചിട്ട് മഹാബലിൻ്റെ കൂടെ ഒരു വീഡിയോ. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന് ഹാളിലിരുന്നു കേട്ടോ. ആഫ്റ്റർ സം ടൈം ഭാവന എത്തി. ഭാവനേൻ്റെ കൂടെ വേറെ കുറച്ച് ചീഫ് ഗസ്റ്റ്സ് ഉണ്ടായിരുന്നു. ആ സബർബ് ഓർ ലൊക്കാലിറ്റിയിലെ കുറേ മെമ്പർ ഓഫ് പാർലമെൻറ്റ്, അങ്ങനെ പിന്നെ ഇന്ത്യൻ എംബസിയിലെ കുറച്ച് പേര് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്നു. അത് കഴിഞ്ഞ് സ്റ്റാർട്ടിങ് ലാമ്പ് ലൈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ എല്ലാ ചീഫ് ഗസ്റ്റും വന്നിട്ട് ലാമ്പ് ലൈറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചെണ്ടമേളമായിരുന്നു. നല്ലൊരു വൈബ് ക്രിയേറ്റ് ചെയ്തു. ഞങ്ങൾ കുറച്ച് ക്ലിപ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അന്നത്തെ പ്രോഗ്രാംസിൻ്റെ. കുറച്ച് ഡാൻസ് പെർഫോമൻസ്, സിംഗിങ് പെർഫോമൻസസ്, അങ്ങനെ കുറച്ച്. അപ്പോൾ നിങ്ങൾ പോയിട്ട് അത് കണ്ടിട്ട് വരും. ചില പെർഫോമൻസസ് പാട്ടുകൾ കേൾക്കുമ്പോൾ വി ഗെറ്റ് ഗൂസ് ബംസിലെ അതേപോലെ ആയിരുന്നു ഈ പെർഫോമൻസ് കേട്ടോ. ലിറ്ററലി ഇറ്റ് വാസ് വെരി നൈസ്. ശരിക്കും ഗൂസ് ബംസ് വന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കറിയാം ഇറ്റ്സ് നോട്ട് ഈസി. വയലൻ ആൻഡ് ദ ഹോൾ ചെണ്ട ടീം, താങ്ക് യു സോ മച്ച്. ഇവിടെ വന്നിരുന്ന ഒരു വേറെ മൂഡിലായി ഞങ്ങൾ എല്ലാവരും. ശരിക്കും ഒരു മിനി തൃശ്ശൂർ പൂരം കാണുന്ന പോലെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി വെരി നൈസ്. ഗുഡ് വർക്ക് ഗൈസ്. താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ഒരു പ്രോഗ്രാമിന് പോയിട്ടിരുന്ന്
ഫുൾ പ്രോഗ്രാം കണ്ടിട്ട് വീട്ടിലോട്ട് തിരിച്ചു വന്നത്. ഇറ്റ്സ് വെരി റെയർ നൗ ഡേയ്സ്, സ്പെഷ്യലി നമ്മൾ അബ്രോഡ് ആണെങ്കിൽ ഫുൾ സ്ട്രെച്ചായിട്ട് ഒരു പ്രോഗ്രാം കാണാൻ സമയമുണ്ടാവില്ല, ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ബട്ട് സംഹൗ ഈ ഓണം സെലിബ്രേഷന് പോയപ്പോൾ വി സ്റ്റേഡ് ദെയർ ഫോർ ദ ഹോൾ ഡ്യൂറേഷൻ. പിന്നെ ഈ പ്രോഗ്രാമിൽ കുറേ കുട്ടികൾ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ലേഡീസ് ഹൂ ഹാഡ് കിഡ്സ്, ഹൂ ജസ്റ്റ് ഗേവ് ബർത്ത് ടു എ ബേബി, അവരൊക്കെ ഒരു പാഷനായിട്ട് ഡാൻസ് പെർഫോമൻസും സിംഗിങ്ങും ഒക്കെ ചെയ്തു. വിച്ച് മെയ്ഡ് മീ റിയലൈസ് ദാറ്റ് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആസ് യു ലിവ് അബ്രോഡ്. സ്പെഷ്യലി വെൻ യു ലിവ് അബ്രോഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യലും ഒക്കെ ഇറ്റ് ഗിവ്സ് യുവർ കിഡ്സ് ദ ഓപ്പർച്യൂണിറ്റി ടു നോ മോർ അബൌട്ട് യുവർ ട്രഡീഷൻസ്, റൂട്ട്സ്. ബിക്കോസ് ഒന്നാലോചിച്ചാൽ വി ആർ സ്റ്റേയിങ് ഹിയർ, നമുക്ക് നമ്മളെ ഫാമിലി ഈസ് ലിവിങ് ഇൻ ഇന്ത്യ. വി ക്യാൻ വിസിറ്റ് അവർ ഫാമിലി വൺസ് ഇൻ എ ഇയർ or twice in a year. So celebrations like this is an opportunity to know more people, to help your kids know more about the different festivities and celebrations alle. പിന്നെ അറ്റ് ദ എൻഡ് നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത മൊമെൻറ്റ്സും അവരും എക്സ്പീരിയൻസ് ചെയ്യണം, അവരും ആ ഫെസ്റ്റിവൽസ് എൻജോയ് ചെയ്യുക, ആഘോഷിക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ ബാക്ക് ടു ദ വീഡിയോ. ഭാവന പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പഴയ പാട്ടുകൾ. ഭാവനയെ കാണുമ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് സ്വപ്നക്കൂട് ആണ്. ആൻഡ് സ്വപ്നക്കൂടിലെ പാട്ട്, അപ്പോൾ ഏത് പാട്ടാണെന്ന് ഗസ് ചെയ്യൂ പ്ലീസ്. നിങ്ങൾക്ക് കമൻറ്റ് ഡൗൺ ബിലോ. ആക്ച്വലി ദിസ് ഈസ് നോട്ട് എ ന്യൂ എക്സ്പീരിയൻസ് ഫോർ മീ. ഞാൻ ആക്ച്വലി വളർന്നത് നോർത്തിലാണ്. അപ്പോൾ അവിടെ ഞങ്ങളിങ്ങനെ ഓണം ആഘോഷിക്കുമായിരുന്നു, ഓരോ അസോസിയേഷൻ്റെ പരിപാടി ഉണ്ടാവുമായിരുന്നു. വി യൂസ് ടു ഡാൻസ് ആൻഡ് പെർഫോം ആസ് വെൽ. ലാസ്റ്റിൽ അവിടെ ഒരു കലാശക്കൊട്ട് ഉണ്ടായിരുന്നു, അതിൽ എല്ലാവരും സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഡാൻസും പാട്ടും അങ്ങനെ നല്ലൊരു വൈബായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. നൗ ഫാസ്റ്റ് ഫോർവേഡ് ടു സെപ്റ്റംബർ 14. 15-ാം തീയതിയാണ് ഓണം, 14-ാം തീയതിയാണ് ഞങ്ങൾ ആഘോഷിച്ചത് വിത്ത് ഫ്രണ്ട്സ്. അപ്പോൾ ദിസ് പാർട്ട് ഓഫ് ദ വീഡിയോ ഇസ് അബൌട്ട് ആർ കുട്ടി ഓണം സെലിബ്രേഷൻ വിത്ത് ആർ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ രാവിലെ അവരെ വീട്ടിലെത്തി. സദ്യ ഞങ്ങൾ പുറത്തുനിന്നായിരുന്നു ഓർഡർ ചെയ്തത്. ഒരു കേറ്ററിംഗ് സർവീസ് ഉണ്ട് മെൽബണിൽ. ബോയ്സ് ആർ ഗോയിങ് ടു പിക്ക് സദ്യ. ഇവിടെ നല്ല മലയാളം പാട്ടുകളൊക്കെ വെച്ചിട്ട് ഫുൾ വൈബായിരുന്നു. അപ്പോഴേക്ക് അവർ സദ്യയൊക്കെ വാങ്ങി തിരിച്ചു വന്നു. അവർ കുറച്ച് ലേറ്റായി, ബിക്കോസ് ഞങ്ങൾ ഡിന്നറിന് ബാർബിക്യൂ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോഴേക്കും അവർ ലേറ്റായി. അപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കാൻ ലേറ്റായി. അപ്പോൾ വന്ന ഉടനെ ഞങ്ങൾ സദ്യ വിളമ്പാൻ തുടങ്ങി. ഈ വീഡിയോയിന് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ഓണത്തിൻ്റെ ആ ഒരു വീക്ക് ഇൻസ്റ്റഗ്രാം തുറന്നാൽ ഇറ്റ്സ് ഓൾവേസ് റീൽസ്, ഓണം റീൽസ്. ബട്ട് സർപ്രൈസിങ് തിങ് ഈസ് നാട്ടിൽ നിന്നുള്ള പിള്ളേരോ ആൾക്കാരോ അല്ല ഓണം ആഘോഷിക്കുന്ന റീൽസ് ഇടുന്നത്. കൂടുതലും ഞാൻ എൻ്റെ ഫീൽഡിൽ കണ്ടിട്ടുള്ളത് ഇറ്റ് വാസ് ഫ്രോം UK, ദുബായ്, കാനഡ, ഓസ്ട്രേലിയ. അങ്ങനെ നാട്ടിൽ ഓണം ആഘോഷിക്കുന്നത് കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു സംശയം. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? ആസ് ദി ഇയേഴ്സ് ആർ ഗോയിങ് ബൈ നാട്ടിൽ നമ്മൾ ഓണം, വിഷു ആഘോഷിക്കൽ, ക്രിസ്മസ് ആഘോഷിക്കൽ അതൊക്കെ കുറഞ്ഞു വരികയല്ലേ? കമൻറ്റ് ചെയ്യണേ ഇഫ് യു അഗ്രി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ഒത്ത് പെട്ടെന്ന് എല്ലാം അൺപാക്ക് ചെയ്തു, സദ്യ വിളമ്പി കഴിച്ചു. ഇറ്റ് വാസ് വെരി യമ്മി സദ്യ. അപ്പോൾ വൈൽ ഐ വാസ് ടേക്കിംഗ് ദ വീഡിയോ, ജിജൻ എന്നെ വിളിച്ചു. എന്തിനാണ്? ആൾ പായസം ട്രൈ ചെയ്യാൻ പോയായിരുന്നു. ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ജിജിന് മധുരം ഭയങ്കര ഇഷ്ടമാണ്. ഹെൻസ് ട്രൈയിങ് ഔട്ട് ദ പായസം പ്രഹസനം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങൾ വിളമ്പിയ സദ്യ, അതിനൊരു ഷോട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഇരുന്ന് സാവകാശത്തോടെ വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ചു. ആക്ച്വലി വർത്താനം പറഞ്ഞില്ല, എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ആരും മിണ്ടിയില്ല, ഫുൾ സദ്യയിലായിരുന്നു ശ്രദ്ധ. അത് കഴിഞ്ഞതാ
ഞങ്ങളെ മെയിൻ പരിപാടി തുടങ്ങി. ഫോട്ടോ എടുക്കൽ, റീൽസ് എടുക്കൽ, വീഡിയോ എടുക്കൽ. ഞങ്ങളെല്ലാവരും ഈ കാര്യത്തിൽ ഒരേപോലെയാണ്. എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ ഇഷ്ടമാണ്, റീൽസ് എടുക്കാൻ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബോയ്സ് ബാർബിക്യൂവിന് പ്രിപ്പറേഷൻ തുടങ്ങി. വി വർ തിങ്കിങ് ടു ഡു ബാർബിക്യൂ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, ലൈക്ക് ഒരു രാത്രി ആകുമ്പോഴേക്ക് ഡിന്നർ ബാർബിക്യൂ ആക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങൾ റീൽസിന് വേണ്ടി ഡാൻസ് പ്രാക്ടീസ് ചെയ്യണതാണ് ഞങ്ങൾ കണ്ടത്. പ്രാക്ടീസ് കഴിഞ്ഞിട്ടുള്ള ക്ഷീണം മാറ്റാൻ വേണ്ടി കോൾഡ് ഡ്രിങ്ക് ഒക്കെ കുടിച്ച് പിന്നെ ഫൈനൽ പെർഫോമൻസ് ഷൂട്ട് ചെയ്ത് ബാർബിക്യൂ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വിട പറഞ്ഞു. അപ്പോൾ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. താങ്ക് യു.